ഒരുപക്ഷെ സർക്കാർ എന്തു ചെയ്യുന്നു ഇതുപോലെ പല ദുരന്തങ്ങളുടെയും പണം പിരിച്ച് ആഘോഷമാക്കിയ അല്ലെങ്കിൽ നേരല്ലാത്ത മാർഗത്തിൽ ഉപയോഗിച്ചു പോകുന്നു എന്നൊക്കെ ഉള്ള രീതിയിലേക്കുള്ള പ്രചരണം, അതിനകത്ത് വ്യാജ പ്രചരണം വലിയ വലുപ്പത്തിൽ കാണും. കുറച്ചൊക്കെ സർക്കാർ അത് ബോധ്യപ്പെടുത്താത്തതുകൊണ്ട് സംഭവിച്ചതായിരിക്കും. പക്ഷേ ഇതിനകത്ത് ആരെതിർത്താലും എത്ര എതിർത്താലും ഇതിൻ്റെ പിറകിൽ മറവിൽ പല രാഷ്ട്രീയ പാർട്ടികളും പണം പിരിച്ചു. സാറിനറിയോ? അല്ലെങ്കിൽ ഈ പറയുന്ന ഒരുപക്ഷെ കേന്ദ്രത്തിന് ഇവിടെ ഫണ്ട് ചോദിച്ചപ്പോൾ അതിനകത്ത് കേന്ദ്രത്തിൻ്റെ ഡെക്കറോ അനുസരിച്ച് കൊടുക്കാൻ പറ്റാത്തതായിരിക്കും, കൊടുത്തിട്ടില്ല. പക്ഷേ ഇതിനകത്ത് ഇവിടെ വന്നപ്പോൾ നമ്മൾ കാണുന്നത് സർക്കാർ പറഞ്ഞ രീതിയിൽ വിശാലമായിട്ടൊരു സ്ഥലം എടുക്കുന്നു, അവിടെ വിശാലമായ രീതിയിൽ ആവശ്യക്കാരുടെ അല്ലെങ്കിൽ ഇതനുസരിച്ച് വീട് പണിഞ്ഞു കൊടുക്കുന്നു, അതിനകത്ത് എല്ലാ സംവിധാനങ്ങളും ഉണ്ടാകുന്നു. ഇതുവരെ ഒരുപക്ഷെ അവർ നല്ല രീതിയിലൊക്കെ ആയിരിക്കും ജീവിച്ചിരിക്കുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഒരു രീതി എന്ന് പറയുന്നത് ഒരു വല്ലാത്ത ടൗൺഷിപ്പ് അല്ലെങ്കിൽ വല്ലാത്ത ഒരു രീതി. അപ്പം ഇത് കാണാൻ ലോകം കാണാത്ത ആളാണോ സാറേ മമ്മൂട്ടി? അല്ലെങ്കിൽ അദ്ദേഹത്തെ കുറച്ച് കാണാൻ നമുക്ക് പറ്റും, ലോകം മൊത്തം കണ്ടിട്ടുള്ള അത്രയ്ക്ക് വലിയൊരു സെലിബ്രിറ്റി. ഈ സെലിബ്രിറ്റി ഇത് കാണാൻ വരിക, കാരണം കാണാനുണ്ട് അവിടെ. കാരണം മമ്മൂട്ടി നേരത്തെ ഉരുൾപൊട്ടലിന് ശേഷം ആ പ്രദേശം കണ്ടു കാണുമല്ലോ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ബോധ്യമുണ്ടല്ലോ. ഇപ്പോൾ ആ പ്രദേശം കാണാൻ ഉള്ള രീതിയിൽ ഒരു വിനോദസഞ്ചാര കേന്ദ്രത്തിൽ എന്നവണ്ണോളം ആൾക്കാർ വന്ന് കാണാനുള്ള രീതിയിൽ ഒരുക്കുകയും അവിടുത്തെ ആൾക്കാരെ താമസിപ്പിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ മമ്മൂട്ടി വരുമ്പോൾ അതിൻ്റെ പ്രധാനമായിട്ടും ഞാൻ ഈ പോസിറ്റീവാണെന്ന് പറയാൻ കാര്യം പ്രധാനമായിട്ടും ഇവിടെ ആൾക്കാർ എന്തെങ്കിലും എന്തോ പ്രതിപക്ഷം പ്രചരിപ്പിക്കുന്ന എന്തോ അദ്ദേഹം സ്വമേധയാ ഈ ഒരു വലിയ കാര്യം നല്ല കാര്യം കാണാൻ വന്നതാണ്. ഇതെങ്ങനെയൊക്കെ ചെയ്തിരിക്കുന്നു, ഇങ്ങനെയൊക്കെ ഗവൺമെൻറ് ചെയ്യാൻ പറ്റുമോ? ആ ഗവൺമെൻറ്റിനെ ഒന്ന് അഭിനന്ദിക്കണ്ടേ? ദൂരെ ഇരുന്ന് വാർത്ത കണ്ടാൽ പോലെ എനിക്ക് നേരിട്ടൊന്ന് പോയി കാണണമെന്ന് പറയുമ്പോൾ അവിടെ എനിക്കൊന്ന് CPM-ൻ്റെ ജില്ലാ ഭാരവാഹിയാണ്. അദ്ദേഹം ചെന്നതിന് തെറ്റ് പറയാൻ പറ്റത്തില്ല. അദ്ദേഹം ഇതിനകത്ത് ആദ്യമായിട്ട് അവസാനം വരെ കാര്യങ്ങൾ നോക്കിക്കാണുന്ന ഒരാൾ. അദ്ദേഹം ഈ വേറെ കാര്യമുണ്ട്, ഇനി മമ്മൂട്ടി ചെല്ലുമ്പോൾ CPM-ൻ്റെ നേതാക്കന്മാർ ചെന്നില്ലെങ്കിൽ അതും വാർത്തയാവത്തില്ലേ? അപ്പം അദ്ദേഹം ചെന്നപ്പോൾ മമ്മൂട്ടി അറിയാമല്ലോ അദ്ദേഹത്തിൻ്റെ ശൈലി വെച്ചിട്ട് ഇദ്ദേഹത്തിൻ്റെ കൂടെ നടക്കുമ്പോൾ ആ പ്രോജക്റ്റിൻ്റെ ആ വലിയ അല്ലെങ്കിൽ ഹൗസിംഗ് കോളനിയുടെ വലിപ്പം കുറയണ്ട, ഇതൊരു PR വർക്ക് ആണെന്ന് തോന്നണ്ട എന്ന് വിചാരിച്ചായിരിക്കും അദ്ദേഹം പറയുന്നത് നിങ്ങൾ എൻ്റെ പുറകിൽ നിന്ന് മാറി നടക്കും, ഞാനത് നടന്ന് കണ്ടോട്ടെ. കാരണം നാളെ കാലത്ത് ഇതിന് കഷ്ടപ്പെട്ടതിൻ്റെ അല്ലെങ്കിൽ ഇതുണ്ടാക്കിയതിൻ്റെ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ക്രെഡിബിലിറ്റി ഞാൻ കണ്ടതുകൊണ്ട് ഗവൺമെൻറ്റിന് ഇല്ലാതാവണ്ട. കാരണം അത് പരസ്യമായിട്ട് തോന്നണ്ട. കാരണം സാധാരണ അങ്ങനെ തോന്നത്തില്ല, ആർക്കും തോന്നും. അതിനാ മമ്മൂട്ടി ഒരുപക്ഷെ എൻ്റെ മനസ്സിൽ തോന്നുന്ന കാര്യം അത് തന്നെയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.